ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആസ്ട്രൽ ഗെയിമിംഗ്. ഞാനിപ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ ഒരു BR റാങ്ക്ഡ് കളിക്കാൻ അയച്ചു കളിച്ചതാണ്. ഒരു സ്ക്വാഡ് കളിക്കാൻ. ഇപ്പോൾ ഞാൻ സോളോ കളിക്കുന്നത്. ഇന്ന് സ്ക്വാഡ് കളിക്കാൻ അയച്ചു കളിച്ചതാണ്. അത്യാവശ്യം നൈസ് ഗെയിം പ്ലേ ആയിരുന്നു. 25+ കിട്ടി. രണ്ട് കൂട്ടുകാരുണ്ട്. അവന്മാരെ എപ്പോഴെങ്കിലും റാങ്ക് പുഷ് ചെയ്തായിരുന്നു. ഞാൻ ഇങ്ങനെ എപ്പോഴും ചെയ്യാറില്ല. എനിക്ക് ലോൺ ലൂഫ് കളിക്കാൻ ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ വരുവേ. നല്ല ലാഗുണ്ട്. മാച്ച് കയറി. ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു അവന്മാരെ. 11 മിനിറ്റിന് അത്യാവശ്യം നൈസ് മാച്ചായിരുന്നു. എനിക്ക് അത്യാവശ്യം ചെറിയ ലാഗൊക്കെ ഉണ്ട്. എല്ലാവരും ഞാൻ ചാനൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഞാനങ്ങനെ വുഡ് പെക്കർ വെച്ച് അങ്ങനെ കളിക്കുന്ന ഒരാളല്ല. ഇന്ന് ഞാൻ ഒന്ന് എടുത്തു നോക്കി. അത്യാവശ്യം നല്ലപോലെ എനിക്ക് കളിക്കാൻ പറ്റി. അതിനിടയ്ക്കൊരു നല്ലൊരു ഷോട്ടുണ്ട്. അതിനകത്ത് കാണിച്ചു തരാം. എനിക്ക് ഗെയിമിൽ കയറിയപ്പോഴത്തേക്ക് നല്ല ലാഗുണ്ടായിരുന്നു. പിന്നെ സെറ്റായി. എൻ്റെ ലാസ്റ്റ് ടൈം ലാഗായി. ഹീറ്റിംഗ് പ്രോബ്ലം. ഇടയ്ക്ക് ഞാൻ നോക്കിയോ താഴെ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് മേളിൽ കയറി വരും. കണ്ടോ, അത് ലാഗിൻ്റെ സീനായിരുന്നു. ഞാൻ പിന്നെ മാറ്റിയിട്ട് പാരഫലാക്കി. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഈ കണ്ണൊന്നും എടുക്കുന്നതല്ല. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇത് കിടക്കുന്നത്. ഇത് ഞാൻ വലുതായിട്ട് കാര്യമാക്കിയില്ല. ഈ കണ്ണൊന്നും അങ്ങനത്തെ കണ്ണൊന്നും ഞാൻ നോക്കാറില്ല. എൻ്റെ മെയിൻ ഗൺസ് എന്നൊക്കെ പറഞ്ഞാൽ MP40, AK-47, AWM, M810, പിന്നെ ഇങ്ങനത്തെ മെയിൻ ഗണ്ണുകളൊക്കെ. പാരഫെല്ല് ഇതൊക്കെ ഞാൻ ഉപയോഗിക്കും. നിങ്ങളെല്ലാം വെക്ടർ വെച്ച് കളിക്കും. ഞാൻ വെക്ടർ വെച്ച് കളിക്കത്തില്ല. അങ്ങനെ വെക്ടർ വെച്ച് കളിച്ച് ജയിക്കാൻ പറ്റുമോ എനിക്കറിയത്തില്ല. പിന്നെ ഇത് എലൈറ്റ് മാസ്റ്റർ ലോബി കേട്ടോ. എലൈറ്റ് മാസ്റ്റർ ലോബിയാണ്. ഇവിടെ നിന്ന് എനിക്ക് വുഡ് പെക്കർ കിട്ടിയത്. പിന്നെ അങ്ങോട്ട് കിടുക്കളിയായിരുന്നു. അധികം കില്ലൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ലപോലെ എനിക്ക് കളി സർവൈവ് ചെയ്യാനൊക്കെ പറ്റി. ഞാൻ എടുക്കുന്ന പ്രീസെറ്റ് എങ്ങനെയാണ്? കൊള്ളാമെങ്കിൽ അഭിപ്രായം പറയണം. ഞാൻ എപ്പോഴും ഫസ്റ്റ് എടുക്കാൻ നോക്കുന്നത് AK-47. ആദ്യം ഇറങ്ങിയിട്ട് വെച്ചെന്നാൽ പിന്നെ പോകാം. റിസ്ക് എടുക്കാൻ എനിക്കൊരു മടി. മെഡിക്കറ്റ് ഇരിക്കുന്നുണ്ടോ, മെഡിക്കറ്റ് എടുത്തിട്ട് പോകാം വെച്ച്. എന്നാൽ ഇവിടെ പിന്നെ സ്കാൻ ഇതിൻ്റെ പേരെന്താ നിങ്ങൾക്ക് ആർക്കെല്ലാം അറിയാം? എനിക്ക് അവിടെ നോക്കിയാൽ പഠിക്കാൻ പറ്റി. ആയി നോക്കിയപ്പോൾ പറ്റി. ഞാൻ പിന്നെ വുഡ് പെക്കർ വെച്ച് പുറത്തിറങ്ങിയിട്ട് അങ്ങ് അടിച്ച് സ്കാനറോ അത് സാധനം. ഇവിടെ എനിക്ക് AK-47 കിട്ടി. ഞാൻ പിന്നെ ബൈസൺ മാറ്റിയിട്ട് AK-47 കയറ്റി. കാരണം വുഡ് പെക്കർ വെച്ച് ഞാൻ അങ്ങനെ സബായിട്ട് ഇരുത്തിയിട്ടില്ല, അങ്ങനെ കളിച്ചിട്ടില്ല. ഒന്ന് കളിച്ചു നോക്കി. അത്യാവശ്യം നന്നായിട്ട് കളിക്കാൻ പറ്റി. വുഡ് പെക്കർ വെച്ചിട്ട് ഹെഡ് ഷോട്ട് വരുന്നുണ്ട് കേട്ടോ. കിടുക. സിംഗിൾ ഷോട്ടിൽ അവൻ്റെ തല പൊട്ടി. ഞാൻ ഡ്രോപ്പ് എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ്. പക്ഷേ എനിക്കൊന്നും ഇതായിട്ട് കിട്ടിയില്ല. പിന്നെ പണ്ട് എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു, നമ്മൾ ഈ ഗെയിമിനകത്ത് കളക്ട് ചെയ്യുന്ന കോയിൻസ് മീൻസ് ലോബിക്കകത്ത് വരുമെന്ന്. പക്ഷെ പിന്നെയാണ് മനസ്സിലായത്
തരൂല. എനിമിയെ തപ്പിയത്, പക്ഷെ ഒരുത്തന്മാരും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ പോയി ഡ്രോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ പോയി 2 ഗ്ലൂ വാൾ ഇട്ട് ഡ്രോപ്പ് അങ്ങ് എടുത്തു. ഞാൻ ഒരു AWന് വേണ്ടിയാണ് ഡ്രോപ്പ് എടുത്തത്, പക്ഷെ എനിക്ക് ആവശ്യമുള്ള ഒന്നും കിട്ടിയില്ല. സത്യം പറയാമല്ലോ, ഒന്നും കിട്ടിയില്ല. സാധാരണ എനിക്ക് AW കിട്ടുന്നതാണ്. ഞാൻ അങ്ങോട്ട് ഇവിടെ സ്വിച്ച് ചെയ്ത് കളിച്ചു. വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവന്മാർ എവിടെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നത്? ഞാൻ നിങ്ങളെ മാപ്പിൽ കാണിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിനകത്ത് എവിടെയോ കാണിച്ചിട്ടുണ്ട്. എവിടെ ആണെന്ന് അവന്മാർ ഹെൽപ്പിങ് പറഞ്ഞത്. ഞാൻ നോക്കിയിട്ടാണെങ്കിൽ കണ്ടതുമില്ല. ഇനി അവൻ റിവൈവ് ചെയ്യാനായിരിക്കും പറഞ്ഞ കാര്യം. ശക്തമാണ്, അതുകൊണ്ടായിരിക്കും റിവൈവ്. ഇവന് ഹെൽപ്പിങ് പറഞ്ഞുകൊണ്ട് എനിക്ക് സംശയമായിട്ട് ഞാൻ പിന്നെ റിവൈവിന് വേണ്ടി അയക്കും. റിവൈവ് ചെയ്ത് എനിക്കൊരു ടീമിനെ സപ്പോർട്ട് ആക്കുമല്ലോ. ഞാൻ പിന്നെ പോയി റിവൈവ് ചെയ്താണ്. Capturing the revival point. Good job. Thanks. Capture the defense airdrop. എന്നാൽ പോയി ഇവനോട് ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പം ഞാൻ അടുത്ത ഡ്രോപ്പ് കൂടി അങ്ങ് എടുക്കാം. അത് വെച്ചാൽ അവൻ പോയി എടുത്തത്. ഇതിനെ അവൻ എടുത്തു. അപ്പോഴാണ് പുറകിൽ ഒരു അടി കേട്ടത്. എന്നാൽ അതിന് നീ കൊടുത്തിട്ട് വരാമെന്ന് വെച്ച് അങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ ഒരു തൊട്ടപ്പത്താണെങ്കിൽ എൻ്റെ ടീമേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അധികം റഷ് ചെയ്യാൻ നിന്നില്ല. എനിക്ക് അത്യാവശ്യം നെച്ച് റാങ്ക് പുഷ് നോക്കുന്നുണ്ട്. ഞാൻ അധികം ഇറങ്ങിയില്ല. നിങ്ങൾ ഇവിടെ എനിമിയെ കണ്ടു? ഞാൻ ഇവിടെ എനിമിയെ കണ്ടിട്ടില്ല ഇതുവരെ. തറയിൽ ഞാൻ കണ്ടില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ എനിമി? സോണിലും ഇല്ല. അപ്പോഴാണ് മേൽക്കോ ഡ്രോൺ പോയി. എനിക്ക് ഡ്രോൺ കണ്ട അപ്പം പിടിച്ചു പോയി. അപ്പം ഞാൻ വുഡ്പക്കർ വെച്ചാൽ കളിച്ചു. അപ്പോഴാണ് പുറകിൽ നിന്ന് എനിക്കാണ്. അപ്പം അങ്ങനെ
അവനെ തട്ടില്ല ഞാൻ അപ്പോഴത്തേക്ക് അടുത്തവനെ പൊക്കാൻ പോയി. എനിക്ക് ഈ മെഡിക്കിറ്റ്, അത് സൂപ്പർ മെഡിക്കിറ്റ് കണ്ട് എപ്പോൾ എടുക്കാൻ തോന്നി. അത് എത്ര പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് അതാണ്ട് പിന്നെയും ഡ്രോൺ നിൽക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് കുറച്ച് നേരം ദൂരം പോകാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അടുത്ത് എനിക്ക് വന്നു. ഇവിടാണ് മോനെ ആ കില്ല്. ഇവിടെ അല്ല ഒരു കില്ലുണ്ട്. ഞാൻ കാണിച്ചാൽ ഇവിടെ അല്ല, അത് ഈ ഭാഗത്ത് എവിടെ ആണ് നോക്കട്ടെ. എന്നിട്ട് ഞാൻ പോയി ഇത് തുറന്ന് കിടപ്പല്ലേ ആർസെൽ തോന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പോയി AW ഉണ്ടോ നോക്കിയപ്പോൾ ഒരിടത്ത് AW ഇല്ല. അമ്മമാർ AW എല്ലാം ബീച്ച് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ കൊല്ലാതെ തൊട്ടോ 149 ഇത് അത് ഞാൻ താഴത്തെ 2 കൂടെ കൊടുത്തു. അപ്പോൾ അവനെ നോക്ക് മേളിത്തവനെ പൊക്കിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് പൊക്കാൻ ചാൻസ് കുറവാണ്. സൈഡിൽ വരുന്നവനെ ശ്രദ്ധിച്ചില്ല. സൈഡിലെല്ലാം തൊട്ട് മേളിൽ നിൽക്കുന്നവനെ ഈ സൈഡിൽ താഴെ നിൽക്കുന്നവനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നെ ഇനി റിവൈവ് ചെയ്യാൻ പറ്റത്തുമില്ല. ടൈമില്ല. എങ്ങനെയുണ്ട് ഞാൻ ഗെയിം പ്ലേ പറയണം. ഫസ്റ്റ് വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.